സമൂസ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അല്ലേ? അപ്പോൾ ഇഷ്ടമുള്ളവർ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ഫോളോ ചെയ്തോളൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വേഗം സോട്ടായി കിട്ടാൻ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാവണ വരെ, സോഫ്റ്റ് ആവണ വരെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു സമൂസയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. മൈൽഡായിട്ടുള്ള കുറച്ച് മസാലാസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറച്ച് ഗരം മസാല, പെപ്പർ പൗഡർ നമ്മുടെ എരിവിന് ആവശ്യത്തിന്, പിന്നെ ടേമറിക് പൗഡർ അത്രേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കന് നമ്മൾ കുക്ക് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ ഇതിൽ കൂടുതൽ ടേസ്റ്റ്. കാരണം മറ്റേതാകുമ്പോൾ നമ്മൾ ആ സ്റ്റോക്കൊക്കെ കളഞ്ഞിട്ടല്ലേ ആഡ് ചെയ്യുക. ഇതാകുമ്പോൾ ആ ഒരു മസാലയിൽ കിടന്നിട്ട് നല്ല സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ നമുക്കൊരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ ചിക്കനൊക്കെ കുക്കായി കിട്ടും കേട്ടോ. പിന്നെ ഫൈനലായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മൈദ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ പാൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ കൺസിസ്റ്റൻസി അറിയാമല്ലോ സമൂസയിൽ നടക്കുന്ന ഫില്ലിങ്ങിൻ്റെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുക കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയായി കിട്ടും കേട്ടോ, പാലും മൈദയല്ലേ, അപ്പോൾ പെട്ടെന്ന് കട്ടിയായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് സമൂസ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാനിൽ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ ആസ് യൂഷ്വൽ സമൂസ ഫോൾഡ് ചെയ്യുക, അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമല്ലോ. അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലത്തെ മസാല എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രീമി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും ഇഷ്ടമാവുന്നുണ്ടാവും. നോർമലായിട്ട് ഉണ്ടാക്കുന്ന മസാലേനേക്കാളും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്താക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ റമദാനിലെ ഫസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.